വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് അടുത്ത ആഴ്ചയിലെ ഗോൾഡിൻ്റെയും ക്രൂഡ് ഓയിലിൻ്റെയും പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നടത്താം. അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിൻ്റെ വീക്കിലി ചാർട്ടാണ്. വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട്. വീക്കിലി ചാർട്ടിൽ ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന് മുകളിലോട്ട് പോയ ഒരു ഏരിയനെയാണ്. ഇവിടെ ഒരു സ്ട്രക്ചറൽ ബ്രേക്ക് തന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. ആ ഒരു ഏരിയനെ സപ്പോർട്ടായിട്ട് എടുക്കാം. അതിന് തൊട്ട് താഴെ ഏരിയയും കൂടി ചേർത്ത് ഒരു സപ്പോർട്ട് ഏരിയ വരയ്ക്കുന്നുണ്ട്. ഇനിയുള്ള റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയത് കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് റെസിസ്റ്റൻസ് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ എമൗണ്ട് വെച്ചിട്ട് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫിഗർ വെച്ചിട്ട് നമുക്കൊരു ഏരിയനെ മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നിയറസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് 2650 ആണ്. അപ്പോൾ അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 2700നെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന രണ്ട് ഏരിയയും റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന യാതൊരു നിർബന്ധമൊന്നുമില്ല. ഒരു സൈക്കോളജിക്കൽ എമൗണ്ട് എന്നുള്ള രീതിയിലേക്ക് മാർക്ക് ചെയ്ത് വെക്കുന്നു എന്ന് മാത്രം. ഇനി നമുക്കിതിൽ മാർക്ക് ചെയ്യാനുള്ള ഒരു ഇംബാലൻസ് ആണ്. ഒരു ചെറിയൊരു ഇംബാലൻസ് ഇവിടെ എടുക്കുന്നുണ്ട്. അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലിയിൽ മാർക്ക് ചെയ്യാനുള്ളത്. നോക്കിയാൽ കാണാം മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് അപ് ട്രെൻഡിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇവിടെ ഒരു കൺസോൾട്ടേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു കൺസോൾട്ടേഷനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്തു. വീണ്ടും വളരെ സ്ട്രോങ് ആയിട്ട് മാർക്കറ്റ് മുകളിലേക്ക് കഴിഞ്ഞ ആഴ്ച ബ്രേക്ക് ചെയ്ത് പോയി, ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നു പോയി. വീണ്ടും അതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് ഈ ആഴ്ച, അതായത് തൊട്ട് മുന്നത്തെ ആഴ്ച വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകും എന്നുള്ള രീതിയിലാണ് എക്സ്പെക്റ്റേഷനും. അതുകൊണ്ട് തന്നെ വീക്കിലി നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈ സൈഡ് മൂവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അപ് ട്രെൻഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ ഡേ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. അതൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ഏരിയ ആണ്. അവിടെ വന്നിട്ട് മാർക്കറ്റ് പലതവണ റീടെസ്റ്റ് ചെയ്ത് ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ബ്രേക്ക് തന്ന ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്യാൻഡിൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിലാണ്. ഈ ഒരു ക്യാൻഡിലിനെ റീടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു ചെറിയ ബ്രേക്ക് ഇവിടെ തന്നിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകുന്നത്. വൺ ഡേയിലും പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഇതൊരു വൺ ഡേ ഇംബാലൻസ് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയനെ നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. കാരണം നല്ലൊരു കൺസോൾട്ടേഷൻ നടന്നൊരു ഏരിയയാണ്. മാർക്കറ്റ് അവിടേക്ക് വരുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഒരു റിയാക്ഷനോ അല്ലെങ്കിൽ ഒരു റിജക്ഷനോ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അടുത്തത് ഒരു ചെറിയ സ്ട്രക്ചറൽ ചേഞ്ച് തന്നൊരു ഏരിയ ആണ് ഇവിടെ. അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതൊന്ന് ചിലപ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടി വരും. എന്തായാലും അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. റെസിസ്റ്റൻസ് തൽക്കാലം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ ടൈം ഹൈ ബ്രേക്ക് ആയിട്ട് മുകളിലോട്ട് പോകുന്നത് കൊണ്ട് റെസിസ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റില്ല. അതിനുവേ നമുക്ക് 2650 ഒരു റെസിസ്റ്റൻസ് ആയിട്ടും അല്ലെങ്കിൽ 2700 ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിലെത്തുന്ന സമയത്ത് റിയാക്ഷൻ ഉണ്ടാവും, റിജക്ഷൻ ഉണ്ടാവും എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതൊരു സൈക്കോളജിക്കൽ ഫിഗർ ആയിട്ട് മാത്രമാണ് നമ്മൾ എടുത്തു വെക്കുന്നത്. ഇത്രയാണ് വൺ ഡേയിൽ കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. 4 ഹവറിലേക്ക് പോയിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊന്നും കൂടി നോക്കാം. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മുകളിലോട്ട് പോയിരിക്കുന്നത്. മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് വീണ്ടും ആ ഏരിയയിലേക്ക് തിരിച്ച് മാർക്കറ്റ് ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഈ ക്യാൻഡിലിൽ ഹൈ നോട്ട് ചെയ്താൽ കാണാം ആ ഏരിയയിലേക്ക് മാർക്കറ്റ് തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് മാർക്കറ്റ് പോകുന്നത്. എനിവേ 4 ഹവറിൻ്റെ ഒരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ നമുക്ക് 4 ഹവറിൻ്റെ സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കാം. അപ്പോൾ അതിനെ 4 ഹവറിൻ്റെ സപ്പോർട്ട് ഏരിയ ആയിട്ട് എടുക്കുന്നുണ്ട്. മാർക്കറ്റ് അവിടേക്ക് വരുന്ന സമയത്ത് എക്സ്പെഷ്യലി ഈ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി കിട്ടുകയാണെന്നാണ്. ബൈ എൻട്രി കിട്ടുകയാണെങ്കിൽ നല്ല രീതിയിൽ 2655 എന്നുള്ള ടാർഗറ്റിലേക്ക് നമുക്ക് വെക്കാം. ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഒരുപക്ഷെ ക്യാൻഡിൽസ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ വന്നിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ എൻട്രിക്ക് വേണ്ടി നോക്കാം. ഇപ്പോൾ ഒരു ബൈ എൻട്രി മാത്രമാണ് നമുക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ. ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം വളരെ ചെറിയ ടൈം ഫ്രെയിമിലേക്ക്, ഉദാഹരണത്തിന് 5 മിനിറ്റ്സിലോട്ടോ അല്ലെങ്കിൽ 1 മിനിറ്റിലോ 3 മിനിറ്റിലോ ഒക്കെ പോകുന്ന സമയത്ത് ഒരു സെൽ എൻട്രി നോക്കാവുന്നതാണ്. കാരണം ചെറിയ ടൈം ഫ്രെയിമിൽ ഒരുപക്ഷെ അവിടെ കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ താഴോട്ടേക്ക് സപ്പോർട്ട് എടുക്കാൻ വരുന്നതൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ പോയതിനു ശേഷം ഒരു സെൽ എൻട്രി നോക്കാവുന്നതാണ്. ഓവറോൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റിന്റെ ബിഹേവിയർ നോക്കുന്ന സമയത്ത് നമുക്ക് ബൈന് മാത്രം ശ്രമിക്കുക.
പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടുന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലേക്ക് വന്നിരിക്കുന്നത്. ഓരോ തവണ റീടെസ്റ്റിന് വരുമ്പോഴും വളരെ സ്ട്രോങ് ആയിട്ട് ബയേഴ്സിന്റെ ഇടപെടൽ അവിടെ ഉണ്ടായിട്ടുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന ഇനി ഒരു സെല്ലേഴ്സിന്റെ ഒരു പ്രഷർ ഏരിയയിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു ക്യാൻഡിൽ ഒരു ബെയറിഷ് ക്യാൻഡിൽ കാണുന്നുണ്ട്. പക്ഷെ ആ ബെയറിഷ് ക്യാൻഡിലിന് അത്ര വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ചെറിയ മൂവ് ആണത്. എനിവേ നമുക്ക് 1 അവറിലേക്ക് പോയിട്ട് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. 1 അവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്കാണ്. ഓരോ തവണ ഇത് എടുത്തു പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയ 4 അവറിന്റെ സ്ട്രക്ചർ ചേഞ്ചിനെ ഒരു റെഡ് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട്. നോക്കിയാൽ കാണാം ആ ഒരു സ്ട്രക്ചർ ചേഞ്ച് തന്ന് വീണ്ടും ഇവിടെ ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. സ്ട്രക്ചർ ചേഞ്ച് എന്ന് പറയുന്നത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വീണ്ടും ബ്രേക്ക് തന്നിട്ടുണ്ട്. അവിടേക്ക് മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എന്തായാലും 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓരോ തവണയും സപ്പോർട്ട് മുകളിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. എനിവേ ഇവിടെ എത്തുന്ന സമയത്ത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എൻട്രി എടുക്കാൻ ശ്രമിക്കുക. വലിയ എൻട്രിക്ക് വേണ്ടി വെക്കാതിരിക്കാൻ നോക്കുക. ഒരുപക്ഷെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു 4 അവറിന്റെ ഏരിയ ഇപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇവിടേക്ക് ഇറങ്ങിയിട്ടായിരിക്കാം മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നത്. എന്തായാലും ഇവിടെ നിന്ന് ഒരു കൃത്യമായൊരു കൺഫർമേഷൻ ഇല്ലാതെ ബൈ എൻട്രി എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ബൈ എൻട്രി കൺഫർമേഷനോട് കൂടിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന്റെ ഹൈയിലേക്ക് നമുക്ക് മിനിമം വെക്കാം. പിന്നെ അവിടെ നിന്ന് മാർക്കറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ടാർഗറ്റ് 2650 നമുക്ക് ഡെഫിനറ്റ്ലി വെക്കാൻ ശ്രമിക്കാം. എനിവേ ഇത്രയാണ് വീക്കിലി അനാലിസിസ് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ സെല്ല് ഇപ്പോഴും ഒരു വിധത്തിലും മാർക്കറ്റ് നമുക്ക് തരുന്നില്ല. 1 അവറിന്റെ ആണ് ഇപ്പോൾ കാണുന്നത്. അതിന്റെ ഇടയ്ക്ക് വളരെ റയർ ആയിട്ടാണ് ബെയറിഷ് ക്യാൻഡിലുകൾ വരുന്നത്. ആ ഒരു ക്യാൻഡിലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ക്യാൻഡിലിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ക്യാപിറ്റൽ കളയാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയതിനു ശേഷം മാത്രം അങ്ങനെയുള്ള ക്യാൻഡിലിന് ട്രേഡ് എടുക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു ടാർഗറ്റ് വെക്കാതെ ചെറിയൊരു ടാർഗറ്റിലേക്ക് നോക്കിയതിന് ശേഷം മാത്രം വയ്ക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ റയർ ആയിട്ടാണ് ബെയറിഷ് ക്യാൻഡിലുകൾ നോക്കിയാൽ തന്നെ കാണാം. ഇവിടെ ഒന്ന് പിന്നെ ഇടയ്ക്ക് മാർക്കറ്റ് ക്ലോസ് ആവുന്നതിന്റെ ഇടയിൽ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. എങ്കിലും ബെയറിഷ് ക്യാൻഡിൽസ് വളരെ റയർ ആയിട്ട് മാത്രം കിട്ടുന്നത് കൊണ്ട് സെല്ലിനെ കുറിച്ച് തൽക്കാലം ചിന്തിക്കാതിരിക്കുക. ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടിയാൽ മാത്രമേ സെല്ലിനെ കുറിച്ചിട്ട് ആലോചിക്കുക. ഇനി എല്ലാവരും നോക്കി കണ്ടും ഗോൾഡിൽ ട്രേഡ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നമുക്ക് ഓയിലിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് നോക്കാം. ഓയിലിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മുടെ അനാലിസിസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലാണെന്നുള്ളത്. നോക്കിയാൽ കാണാം പലതവണ ഈ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് എടുത്തിട്ടുണ്ട്. പലതവണ വന്നിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടാണ് പോകുന്നത്. ഇത്തവണയും മാർക്കറ്റ് ആ ഏരിയയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. എനിവേ ഓയിൽ നിൽക്കുന്ന ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് ഒരു റിജക്ഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ ഇവിടുന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച നമുക്കത് റിജക്ഷനും റിയാക്ഷനും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ആഴ്ച എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇപ്പോൾ നോക്കുന്നത്. ആദ്യം നമുക്ക് സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് വെക്കാം. ആദ്യം സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ഈ ഒരു ഏരിയനെ റെസിസ്റ്റൻസും ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഇംബാലൻസ് ഈ ആഴ്ച, അതായത് തൊട്ട് മുന്നത്തെ ആഴ്ച വന്ന മാർക്കറ്റ് എടുത്തിട്ട് കാര്യമായിട്ട് താഴോട്ടേക്ക് ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. അതൊരു പക്ഷേ റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറിയിട്ടില്ല. എനിവേ നമുക്ക് അതെന്തായാലും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ നിന്ന് ബിഹേവ് ചെയ്തിരിക്കുന്നത് നല്ലതെന്ന് നോക്കാം. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വീക്കിലി ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡേ ചാർട്ടിലോട്ട് പോകാം. 1 ഡേ ചാർട്ടിലോട്ട് പോകുന്ന സമയത്ത് ഇൻബാലൻസിലെത്തിയിട്ട് മാർക്കറ്റ് നല്ല രീതിയിലൊരു റിയാക്ഷൻ ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ വീണ്ടും മാർക്കറ്റ് അതിനെ തന്നെ അപ്രോച്ച് ചെയ്തിട്ട് വീണ്ടും ഒരു റിയാക്ഷൻ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള ഒരു ക്യാൻഡിലിനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. മുകളിലോട്ട് പോകുന്ന സമയത്ത് വീണ്ടും നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയും കൂടിയാണ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും താഴോട്ടേക്ക് വരുമോ അതോ മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ മറ്റൊരു റെസിസ്റ്റൻസും കൂടി മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. എന്തായാലും മാർക്കറ്റ് അവിടേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് റിയാക്ഷൻ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്രയാണ് 1 ഡേ ചാർട്ടിൽ പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഒന്നുകൂടി പോവാം. ചെറിയ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 4 അവറിലേക്കാണ്.
4 ഹവറിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഇവിടെയുള്ള ഒരു ഇംബാലൻസ് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വീക്കിലി ഇംബാലൻസ്, ഡേ ഇംബാലൻസും ഓൾറെഡി എടുത്തിട്ടാണ് നിൽക്കുന്നത് മാർക്കറ്റ്. നോക്കിയാൽ കാണാം അവിടെ നിന്നിട്ടൊരു റിയാക്ഷൻ താഴോട്ടേക്ക് വന്നു. താഴോട്ടേക്ക് വന്നതിന് ശേഷവും മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. അത് ശ്രമം നടത്തിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക്, അതായത് ഈ ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങിയിരുന്നു. വീണ്ടും പിന്നെന്ത് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയി മുകളിൽ പോയി. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഒരു ബെയറിഷ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നെങ്കിൽ പോലും മറ്റൊരു നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഭാഗമായിട്ടാണ് ബെയറിഷ് ക്യാൻഡിൽ തന്നിരിക്കുന്നത്. എനിവേ ആ ഇംബാലൻസും കൂടിയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. 4 ഹവറിലേക്ക് ആ ഇംബാലൻസും കൂടി മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ തൊട്ട് മുകളിൽ നമുക്ക് റെസിസ്റ്റൻസ് കാണാം. എന്തായാലും ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. സപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് വളരെ ക്ലോസ് ആയിട്ടുള്ള റേഞ്ചിലാണ് ഓയിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിലേക്ക് കൃത്യമായൊരു മൂവ്മെന്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബുള്ളിഷായിട്ട് തന്നെയാണ് ഓവറോൾ നോക്കുന്ന സമയത്ത് മനസ്സിലാവുന്നത്. കാരണം ഇവിടെ നിന്നിട്ട് കൃത്യമായ ഒരു മാർക്കറ്റ് ഒരു ട്രെൻഡ് ഷിഫ്റ്റ് തന്നിട്ടുണ്ട്. ട്രെൻഡ് ഷിഫ്റ്റ് തന്നിരിക്കുന്നത് ഷോർട്ട് ടൈമിലേക്കാണോ അതോ ലോങ് ടൈമിലേക്കാണോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. കാരണം ഇവിടെ എത്തുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട്. അവിടേക്ക് മാർക്കറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. അവർ പക്ഷേ അവിടേക്കും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ആഴ്ച. എന്തായാലും ഈ ആഴ്ച കൂടി മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കാം എന്നാണ് തോന്നുന്നത്. പോയതിനു ശേഷം ഈ ഒരു ഏരിയ, അതായത് നേരത്തെ വരച്ച റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്തിട്ട് ഒരുപക്ഷെ നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നിട്ട് ഒരു ഷിഫ്റ്റ് ചെയ്ത് വീണ്ടും മാർക്കറ്റ് ഹൈയിലേക്ക് പോയേക്കാം. ഹൈയിലേക്ക് പോകുന്നതാണെങ്കിൽ ഇത് ഓയിലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സമയമാണ്. എന്തായാലും മാർക്കറ്റ് ഇവിടേക്ക് എത്തുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിന് മുന്നേ കുറച്ച് കടമ്പകളുണ്ട്. ഒരു ഇംബാലൻസ് ഉണ്ട്. അതിന്റെ മുകളിൽ റെസിസ്റ്റൻസ് വീണ്ടും കാണുന്നുണ്ട്. ആ ടൈം ഫ്രെയിമിലുള്ള ഒരു ഇംബാലൻസ് വീണ്ടും ഉണ്ട്. അതിനുശേഷം വീണ്ടും റെസിസ്റ്റൻസ് ഉണ്ട്. എന്തായാലും മുകളിലോട്ട് കടക്കുന്ന സമയത്ത് കടമ്പകളുണ്ട്. കൃത്യമായൊരു സപ്പോർട്ട് ഏരിയ, അതായത് താഴോട്ടേക്ക് ഇറങ്ങിയൊരു കൃത്യമായൊരു സപ്പോർട്ട് ഏരിയ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് നോക്കാം. ബൈയിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസിലേക്ക് വെക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റീടെസ്റ്റ് ചെയ്യാത്ത വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. അതെല്ലാവരും നോക്കി വെക്കുക. ആ ഒരു ഇംബാലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും റിയാക്ഷൻസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. എനിവേ ഓയിൽ ഒരു കൺഫ്യൂസ്ഡ് ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഒരു ട്രെൻഡ് ചേഞ്ച് തരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. എന്തായാലും അത് നമുക്ക് നോക്കി തന്നെ ഇരിക്കാം. അപ്പോൾ ഈ വരുന്ന ആഴ്ച ഓയിലിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളും നോക്കിയും കണ്ടു തന്നെ ട്രേഡ് ചെയ്യുക. കൃത്യമായ സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസിലേക്ക് ഫോക്കസ് ചെയ്ത് അവിടെ നിന്നിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വരുന്ന ആഴ്ച എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് പരമാവധി റിസ്ക് കുറച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക.